തരുമോ? നല്ല ചൂടുള്ള മുത്തുക ഒറ്റവലിയിൽ അവളെ തന്നോട് ചേർത്തുകൊണ്ട് അവൻ മർമ്മരം പോലെ അവളുടെ കാതിൽ മന്ത്രിച്ചതും അവളുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത പ്രവാഹമുണ്ടായി. അവൻ്റെ നോട്ടത്തിൽ കയ്യിലിരുന്ന കോഫി കപ്പ് വിറച്ചു. ഇപ്പോഴേ ഇങ്ങനെ വിറച്ചാൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കും? അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് അമർത്തിക്കൊണ്ട് ചോദിച്ചു. നാണവും പരവേശവും കൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കുകയും മുഖത്തും കഴുത്തിലും വിയർപ്പ് മുറ്റിടുകയും ചെയ്തു. അവൻ്റെ നോട്ടം തൻ്റെ അധരങ്ങളിലേക്കാണെന്ന് കണ്ടതും അവളുടെ തൊണ്ട വറ്റി വരണ്ട് ചുണ്ടുകൾ വിറച്ചു. അവളുടെ വിറകൊള്ളുന്ന ചുണ്ടുകൾ സ്വന്തമാക്കാൻ വല്ലാത്ത ത്വര അവനിലുണ്ടായി. ഇനിയും തനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൻ അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ അധരങ്ങൾ അടുപ്പിച്ചതും അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവനെ തള്ളി മാറ്റി വാതിലും പുറത്തേക്ക് ഓടിയിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം പകച്ചുപോയ സിദ്ധു ഉണ്ടായത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്തതും അവൻ്റെ മുഖത്ത് മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ തന്നെ അവൻ ഫ്രഷ് ആവാൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. വാതിൽ തുറന്ന് പുറത്തെത്തിയ വൈകിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവളുടെ ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയത്തെ കൈചേർത്തുകൊണ്ട് വരുതിയിലാക്കാൻ ശ്രമിച്ചു. ഏറെക്കുറെ ശരിയായതും ഒരു ദീർഘനിശ്വാസമെടുത്ത് പാറിപ്പറന്ന മുടിയൊതുക്കി താഴേക്ക് പടികൾ ഇറങ്ങിത്തുടങ്ങി. കഴിഞ്ഞുപോയ സംഭവങ്ങളോർത്ത് അപ്പോഴും അവളുടെ അധരങ്ങളിൽ പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. നല്ലയാളാ, കാപ്പി കൊടുക്കാനെന്നും പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണ് വരുന്നത്? വൈഗ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടതും ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരുന്ന സീതാമ്മ ചോദിച്ചു. അത് പിന്നെ സീതാമ്മേ, അറിയാതെ മയങ്ങിപ്പോയി. അവൾ അവർക്ക് ദേഷ്യം തോന്നുമോ എന്ന് കരുതി ഒരു പതറലോടെ പറഞ്ഞു. അതിനെന്താ, പോയി ചായ കുടിക്കുക. ജാനകി, ഫ്ലാസ്കിൽ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടിച്ചു. അവൾ വിളിക്കാൻ തുടങ്ങിയതാ, ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. ചെല്ല്, പോയി കുടിക്കുക. സീതാമ്മ പുഞ്ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖവും തെളിഞ്ഞു. കാരണം സന്ധ്യാസമയം കിടന്നുറങ്ങിയത് വഴക്ക് കേൾക്കുമോ എന്നൊരു പേടിയോടെയാണ് താഴേക്ക് വന്നത് തന്നെ. പക്ഷേ അവിടെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സീതാമ്മ പുഞ്ചിരിയോടെയാണ് പെരുമാറിയത്. വൈഗ കയ്യിലുള്ള കാപ്പിയുമായി അടുക്കളയിലേക്ക് നടന്നു. സീതാമ്മ അവൾ പോകുന്നതും നോക്കിയിരുന്നു. പാവം, വഴക്ക് പറയുമെന്ന് പേടിച്ചാന്ന് തോന്നുന്നു പരിങ്ങി നിന്നത്. അവർ സ്വയം പറഞ്ഞ് TV-യിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വൈഗ അടുക്കളയിലെത്തിയതും ചേച്ചി രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടിയിലാണ്. ചേച്ചി, അവൾ വിളിച്ചുകൊണ്ട് കയ്യിലുള്ള കാപ്പി ബേസിനിലേക്ക് കമഴ്ത്തി. സിദ്ധമോൻ കാപ്പി കുടിച്ചില്ലേ? പച്ചക്കറി അരിയുന്നതിനിടെ അവളുടെ വിളിയും അവളുടെ പ്രവൃത്തിയും ശ്രദ്ധിച്ചതും ചേച്ചി ചോദിച്ചു. ഇല്ല, സിദ്ധേട്ടൻ കിടക്കായിരുന്നു, പിന്നെ ഉണർന്നപ്പോഴേക്ക് മാറിപ്പോയി, അവൾ കപ്പ് കഴുകുന്നതിനിടെ പറഞ്ഞു. മോള് പോയി ചായ എടുത്തു കുടിക്കുക, സിദ്ധുമോന് വേറെ കാപ്പിയിടാം. അവർ പറഞ്ഞതും അവളൊന്ന് മൂളി ഫ്ലാസ്കിലെ ചായ ആ കപ്പിലേക്ക് തന്നെ പകർന്ന് അവിടെ ചേച്ചിയുടെ അരികിൽ സ്ലാബിലേക്ക് ചാരി നിന്നുകൊണ്ട് കുടിച്ചു തുടങ്ങി. ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞെ, കാസറോളിലുണ്ട്, എടുത്തു കഴിച്ചോ, ഞാൻ ഒന്ന് മുഴുവനാക്കട്ടെ. ചേച്ചി പറഞ്ഞതും വൈകി കാസറോൾ തുറന്ന് ഉള്ളിവട ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് അടുക്കളയിലെ ടേബിളിലിരുന്ന് കഴിച്ചു തുടങ്ങി. എൻ്റെ കഴിഞ്ഞ് ഞാനും കൂടാൻ ചേച്ചി, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇപ്പം അവിടെ വെച്ചേക്ക്. അവർ തനിയെ ചെയ്യുന്നത് കണ്ടതും വൈക പറഞ്ഞു. അതൊന്നും വേണ്ട വച്ചേ, എല്ലാം അടുപ്പിച്ച് വെക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് സീതാമ്മയുടെ മേൽകഴുകൽ കഴിഞ്ഞേ ഉണ്ടാക്കും. എല്ലാം അരിഞ്ഞു വെച്ചാൽ പിന്നെ അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. ഇത് കഴിഞ്ഞു, മോൾ സമാധാനത്തോടെ ചായ കുടിച്ചോട്ടെ. അവരൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അരിഞ്ഞു വെച്ചതെല്ലാം പാത്രത്തിലാക്കി അടച്ചു വെച്ചു. അല്ലെങ്കിലും എന്തെങ്കിലും ഒപ്പം കൂടാമെന്ന് പറഞ്ഞാലും ആള് സമ്മതിക്കില്ല. തനിയെ എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നും. നല്ലൊരു ഭർത്താവോ മകനോ അല്ലെങ്കിൽ സഹോദരനോ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു വീട്ടിൽ അടുക്കളപ്പണി ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിക്കും. അല്ല, താനും ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ചിറ്റയുടെ വീട്ടിൽ അടുക്കളക്കാരിയായി. അതും പോരാഞ്ഞു അജയൻ്റെ തട്ടിയും മുട്ടിയുള്ള നടത്തവും ചൊറിയുന്ന സംസാരങ്ങളും. ഇവിടെ ചേച്ചിക്ക് അതൊന്നും സഹിക്കണ്ട. അമ്മയാണെങ്കിലും സിദ്ധുവേട്ടനാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറും. പിന്നെ സ്വന്തം വീട് പോലെ കണ്ടുകൊണ്ട് നിൽക്കാം. എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആലോചിച്ചുകൊണ്ടിരിക്കെ തൻ്റെ കയ്യിലെ ഉള്ളിവടയിൽ നിന്നും ആരോ ഒരു കടി കടിച്ചതും അവൾ പൊടുന്നനെ ആളെ തിരഞ്ഞു. തൻ്റെ പിറകിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും പെട്ടെന്ന് അവളുടെ നോട്ടം ചേച്ചിയിലേക്ക് നീണ്ടു. ആള് കണ്ടെന്ന് തോന്നു. തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ആ ചുണ്ടിൽ ഒരു ചിരിയുണ്ടെന്ന് വ്യക്തമാണ്. വൈക കൂർപ്പിച്ചൊരു നോട്ടത്തോടെ സിദ്ധുവിന് നേരെ തിരിഞ്ഞതും സിദ്ധു കണ്ണുകൾ ചിമ്മി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലെ ബാക്കി ഉള്ളിവടയും പായിലാക്കി. കടിക്കുന്നതിനിടയിൽ അവൻ്റെ പല്ലുകൾ അവളുടെ വിരലുകളിൽ അമർന്നതും അറിയാതെ അവളിൽ നിന്നും ഒരു ശീൽക്കാരം പുറത്തേക്ക് തെറിച്ചു. ഞാൻ പോയി സീതാമ്മയെ മേല് കഴിക്കട്ടെ. സിദ്ധമുള്ള കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. ഇനി ഇവിടെ എന്നാൽ വേറെ പലതും കാണേണ്ടി വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചേച്ചി വേഗം അവിടെ നിന്ന് തടി തപ്പി. എന്താ സിദ്ധുവേട്ടാ, വട വേണേ പാത്രത്തിയില്ലേ? ചേച്ചിയുടെ മുന്നിൽ നാണക്കേടായി. അവൾ ചേച്ചിയുടെ മുഖത്തെ ചമ്മിയ ചിരി കണ്ട നാണക്കേടിൽ സിദ്ധുവിന് നേരെ തിരിഞ്ഞു.
ആഹാ, ഞാനൂലിന് ശൗര്യമോ? സിദ്ധു പറഞ്ഞുകൊണ്ട് അവൾക്കരികിൽ കസേരയിലിരുന്ന് അവളുടെ മുന്നിലെ ചായ എടുത്ത് കുടിച്ചു തുടങ്ങി. ഈ സിദ്ധേട്ടൻ, ഇത് ഞാൻ കുടിച്ചതാ, വേറെ തരാം, അതിങ്ങിത്താ. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങാനൊരു ശ്രമം നടന്നു. എന്നാൽ അവനത് ഗൗനിക്കാതെ ഗ്ലാസ്സിലെ ചായ ആസ്വദിച്ച് തന്നെ കുടിച്ചു തുടങ്ങി. ഗ്യാസ് ഓഫ് ചെയ്തേക്കാം, എനിക്കിത് മതി. കുടിക്കുന്നിടയിൽ സിദ്ധു പറഞ്ഞതും വൈകി എഴുന്നേറ്റ് ഗ്യാസ് ഓഫ് ചെയ്ത് വീണ്ടും ഇരുന്നടുത്ത് തന്നെ വന്നിരുന്നു കൊണ്ട് സിദ്ധു ചായ കുടിക്കുന്നതും നോക്കിയിരുന്നു. ഇടയിൽ അവളോട് വേണോ എന്ന് ചോദിച്ചതും അവൾ വേണ്ടെന്ന പോലെ തന്നെ എനിക്ക്. ഇത്രയൊക്കെ താനും ആഗ്രഹിച്ചിട്ടുള്ളൂ. തന്നെ തളർത്തിയിട്ടുണ്ട്. ആ പ്രണയമഴയിൽ മുങ്ങി നിവരാൻ. ഒരാളിനാൽ സ്നേഹിക്കപ്പെടുക എന്നത് സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സിദ്ധുവേട്ടൻ്റെ താലിയും അണിഞ്ഞ് ഈ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നല്ലോ ആദ്യ ദിവസത്തെ സിദ്ധുവേട്ടൻ്റെ പെരുമാറ്റം. അന്നത്തെ സിദ്ധുവേട്ടനിൽ നിന്നും ഇപ്പോഴുള്ള സിദ്ധുവേട്ടനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പലപ്പോഴും തന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന പ്രണയം കൊതിച്ചിട്ടുണ്ട്. അവനെ നോക്കിയിരിക്കും തോറും അവൾ ഓരോന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ എന്നാൽ അവളുടെ ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ മറ്റൊരു കാര്യം സ്ഥാനം പിടിച്ചു. താൻ മനഃപൂർവ്വം ഓർക്കാതിരുന്ന, അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കപ്പെടാത്ത മറ്റൊരു കാര്യം. സിദ്ധാർത്ഥിൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയാൽ തൻ്റെ സ്ഥാനം സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താണെന്ന്. അതോർക്കും തോറും അവൾക്ക് ശരീരം തളർന്നു തുടങ്ങി. ഇത്രത്തോളം തന്നെ പ്രണയിക്കുന്ന ഈ മനുഷ്യനെ വിട്ട് തനിക്ക് പോകാൻ കഴിയുമോ? താൻ ജന്മം നൽകിയ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്നേക്കുമായി പോകാൻ കഴിയുമോ? അവളുടെ നോട്ടം സിദ്ധുവിൽ തന്നെ തറഞ്ഞു നിന്നു. പെട്ടെന്ന് തലയ്ക്കൊരു ഭാരം അനുഭവപ്പെട്ടതും അവൾ തലയിൽ കൈവച്ചു. ചുറ്റും കറങ്ങുന്നത് പോലെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങിയതും അവൾ താളുപോലെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. കണ്ണുകൾ മുഴുവനായി അടഞ്ഞ് ബോധം മറയുമ്പോൾ സിദ്ധുവിൻ്റെ വൈക എന്നുള്ള ഉച്ചത്തിലുള്ള വിളി കാതിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. വർഷാമിഥുൻ. ICU വാതിലിനകത്തു നിന്നും പുറത്തേക്ക് തലയിട്ടുകൊണ്ട് നേഴ്സ് വിളിച്ചതും മിഥുൻ ചാടി എഴുന്നേറ്റ് വേഗത്തിൽ അങ്ങോട്ട് നടന്നു. വർഷയെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ മുറിയിലേക്ക് മാറ്റും. കഴിക്കാൻ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും വാങ്ങി വരണം, തണുത്തൊന്നും വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ തിരിഞ്ഞതും മിഥുൻ വിളിച്ചു, സിസ്റ്ററെ, വർഷയൊന്ന് കാണാൻ പറ്റുമോ? അത്രയ്ക്കും ദയനീയമായിരുന്നു അവൻ്റെ സ്വരം. അത്രയ്ക്കും അവളുടെ അവസ്ഥ അവനെ തളർത്തിയിരുന്നു. ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ? താൻ അപ്പോഴേക്കും ഫുഡ് വാങ്ങിച്ചു വാ. അവൻ്റെ മുഖം കണ്ടതും അവർക്ക് പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. താങ്ക്സ്, അവൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു. നന്ദി എന്നോടല്ല, മുകളിലിരിക്കുന്നവനോട്. അല്ലെങ്കിൽ വർഷ രക്ഷപ്പെടില്ലായിരുന്നു. മേ ബി കൊണ്ടുവരുമ്പോൾ വർഷയുടെ നില വളരെ മോശമായിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഡോക്ടർ 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആളൊക്കെ ആയില്ലേ? താങ്ക് ഗോഡ്. നേഴ്സ് പുഞ്ചിരി കൈവിടാതെ അത്രയും പറഞ്ഞുകൊണ്ട് ICUവിനകത്തേക്ക് തന്നെ കയറിപ്പോയി. മിഥുൻ്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. തന്നിൽ നിന്നും അകറ്റാതെ തിരിച്ചു തന്നതിന് ദൈവത്തോട് അവൻ ആ നിമിഷം ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ വേഗത്തിൽ താഴെയുള്ള ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. ഒന്നാമത്തെ ലക്ഷ്യം ഫുഡ് വാങ്ങിക്കലും അതിനേക്കാൾ അതുമായി വന്നാൽ വർഷയെ കാണാൻ കഴിഞ്ഞാലോ എന്ന ചിന്തയും അവൻ്റെ നടത്തത്തിൻ്റെ വേഗത കൂടി. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലെത്തിയതും അവിടെ പാൽ ചായയില്ല. പാൽ തീർന്നതുകൊണ്ട് കട്ടനേ ഉള്ളൂ. അതുകൊണ്ട് വർഷയ്ക്ക് കട്ടൻ കൊടുക്കേണ്ട എന്ന് കരുതി അവൻ ഹോസ്പിറ്റലിന് പുറത്തുള്ള ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. പോകുമ്പോൾ അവിടെ കാണുന്ന കടയിൽ നിന്നും ഒരു ഫ്ലാസ്കും വാങ്ങിക്കാം എന്ന് കരുതി. കാരണം വരുമ്പോൾ ഒന്നും തന്നെ കയ്യിൽ കരുതിയിട്ടില്ല. മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടക്കാൻ വേഗത്തിൽ ഒരു കാർ അവനെ ഇടിച്ചില്ല എന്ന പോലെ പറന്നു വന്നുകൊണ്ട് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി. ഈ ടോർഷ് പോണടാ. വായിൽ വന്നൊരു പുളിച്ചതെറി മുഴുവനാക്കും മുന്നേ കാറിൻ്റെ നമ്പറിൽ അവൻ്റെ കണ്ണുകളിലുടക്കി. സിദ്ധുവിൻ്റെ കാറിലെ? അവനൊരു നിമിഷം ചിന്തിച്ചു. സിദ്ധു ആരെയോ താങ്ങിക്കൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പായുന്നത് കണ്ടതും താൻ വന്ന കാര്യം എന്താണെന്ന് മറന്നുകൊണ്ട് അവൻ്റെ കാലുകൾ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. സിദ്ധു എടുത്തുകൊണ്ടു പോകുമ്പോൾ താഴെ കൂർന്നു വീണ കയ്യിൽ നിന്നും അതൊരു പെൺകുട്ടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങിയതും വൈക ഒരു വശത്തേക്ക് ചെരിഞ്ഞു തുടങ്ങി. ഒരു നിമിഷം അവളിൽ നിന്നും നോട്ടം തെറ്റിയ സിദ്ധു അവളുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും അവളെ തന്നെ നോക്കാനൊരുങ്ങിയതും വൈക ഒരു വശത്തേക്ക് വീഴാനായുന്നതാണ് കണ്ടത്. വൈക, അവനൊരലറലോടെ അവളെ പിടിച്ചപ്പോഴേക്കും അവൾ തളർന്ന് അവൻ്റെ കയ്യിലേക്ക് വീണിരുന്നു. ജാനകി, സിദ്ധുവിൻ്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അവൻ്റെ ശബ്ദം മുറിയിലേക്കെത്തിയതും സീതാമ്മ ആദിയോടെ ചോദിച്ചു. അതെ സീതാമ്മേ, ഞാൻ പോയി നോക്കട്ടെ. ജാനകി വേഗത്തിൽ പോകാനൊരുങ്ങിയതും സീതാമ്മ തടഞ്ഞു. നിക്ക്, എന്നെയും കൂടെ കൊണ്ടോ. എന്തു പറ്റിയോ എന്തോ. വൈക, അവൾ അവിടെ ഇല്ലേ? ഉണ്ട്, ഞാൻ വരുമ്പോൾ രണ്ടുപേരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനകിയുടെ മനസ്സിലും വേവലാതി നിറഞ്ഞു. അവർ
മറുപടി പറയുന്നതിനൊപ്പം സീതാമ്മയുമായി ഹാളിലേക്ക് നടന്നു. വീൽ ചെയറിലിരിക്കുന്ന സീതാമ്മയുമായി ഹാളിലേക്ക് എത്തിയപ്പോഴേക്കും വൈകിയെ കൈകളിലെടുത്തുകൊണ്ട് സിദ്ധു ഹാളിലേക്ക് വന്നു. സിദ്ധു മോനെ, എന്തു പറ്റിയടാ കുഞ്ഞിന്? ആ കാഴ്ച കണ്ടതും സീതാമ്മ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. ചേച്ചിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അറിയില്ലമ്മേ, പെട്ടെന്ന് തല ചുറ്റി വീഴുകയായിരുന്നു. സിദ്ധു തൻ്റെ കയ്യിൽ തളർന്നു കിടക്കുന്ന വൈകിയെ. വൈക കുഞ്ഞെ. ചേച്ചി വേഗം സിദ്ധുവിൻ്റെ കയ്യിൽ കിടക്കുന്ന വൈകിയുടെ അരികിലെത്തി തട്ടി വിളിച്ചു. പക്ഷെ അവളിൽ പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ടതും അവരുടെ ഉള്ളം നാളി. ജാനകി, ഇടി മോൾ എഴുന്നേക്കുന്നില്ലേ? കരഞ്ഞുകൊണ്ടുള്ള സീതാമ്മയുടെ സ്വരം. സിദ്ധുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു തുടങ്ങിയിരുന്നു. കാരണം താനും കുറേ തവണ തട്ടി വിളിച്ചതാണ്. ഇല്ല സീതാമ്മേ. അവരുടെ സ്വരം തീർത്തും ദയനീയമായി. സിദ്ധു, ഞാൻ നിൽക്കാതെ കൊച്ചിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ജാനകി, നീയും കൂടെ ചെല്ല്. സീതാമ്മ പറഞ്ഞതും സിദ്ധു വേഗം വൈകിയുമായി പുറത്തേക്ക് പാഞ്ഞു. ജാനകി, വേഗം കാറിൻ്റെ കീ എടുത്തു കൊടുക്ക്. സീതാമ്മ പറഞ്ഞതും ചേച്ചി വേഗം TV ഡാഷ്ബോർഡിൽ വെച്ച കാറിൻ്റെ കീയുമെടുത്ത് സിദ്ധുവിൻ്റെ പിറകെ പോയി. തനിയെ വീൽ ചെയറിൽ സീതാമ്മയും അവരെ സിദ്ധു വേഗം വൈകിയെ മുന്നിലെ സീറ്റിലേക്ക് ഇരുത്തി അത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് സീറ്റിനോട് ചേർന്ന് ചായച്ചു കിടത്തി. ചേച്ചി വരണ്ട, അമ്മ തനിയല്ലേ ഉള്ളൂ. സിദ്ധു തൻ്റെ പിറകെ വന്ന് ചേച്ചിയോട് പറഞ്ഞു. കാറിൻ്റെ കീയും വാങ്ങി വേഗത്തിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. സിദ്ധു തനിയെ പോണ്ട, അവളെയും കൂടെ കൊണ്ടുപോ. വേണ്ടമ്മേ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. സിദ്ധു അത്രയും പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ അവിടെ നിന്നും പോയി. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തല്ലേ. സീതാമ്മ നെഞ്ചിൽ കൈവച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. അവർ പോയ വഴിയെ ഉരുകുന്ന മനസ്സുമായി നോക്കിയിരുന്നു. ഹോസ്പിറ്റലിൽ കാർ നിർത്തിയതും സിദ്ധു ചാടി ഇറങ്ങിയായിരുന്നു. വേഗം വൈകിയും വാരി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറിയതും അറ്റൻഡേഴ്സ് എല്ലാം ഓടി വന്നുകൊണ്ട് സ്ട്രെച്ചറിൽ കിടത്തി വൈകിയുമായി എമർജൻസി വാർഡിലേക്ക് നീങ്ങി. വൈകിയെ അതിനുള്ളിലേക്ക് കയറ്റിയതും സിദ്ധുവിന് മുന്നിൽ ആ വാതിലടഞ്ഞു. നിർവികാരതയോടെ അവൻ അടുത്തുള്ള ചുമരിലേക്ക് ചാരി നിന്നു. ഓഹ്, ഇത്ര മുടിഞ്ഞ തിരക്കാണല്ലോ. പിറുപിറുത്തുകൊണ്ട് അജയൻ മെഡിക്കൽ ഷോപ്പിലെ മുന്നിൽ കാണുന്ന നീണ്ട നിരയിലേക്ക് നോക്കി. കടുത്ത മുഖത്തോടെ തന്നെ കയ്യിലെ കെട്ടിലേക്ക് നോക്കി ആ നിരക്ക് പിറകിലായി നിന്നു. സമയം 7 ആശുപത്രിയിൽ തിരക്കിനൊട്ടും കുറഞ്ഞു. ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. തള്ളെ, എൻ്റെ ഫോണിലേക്ക് 1000 രൂപ GP ചെയ്ത്. മറുപുറം ഫോൺ എടുത്തതേ അവൻ ആക്രോശിക്കും പോലെ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം അവനെ തുറച്ചു നോക്കി. എന്നാൽ അവനെ അതൊട്ടും ഏഷ്യതയില്ല. എന്തിനാടാ അപ്പം നിനക്ക് 1000 രൂപ? നേരത്തെ നീ 500 കൊണ്ടുപോയത്? അപ്പുറത്ത് നിന്ന് അമ്പിളിയും അതേ ശൗര്യത്തോടെ ചോദിച്ചു. ഏതാളെ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അവൻ പല്ലെറിഞ്ഞി പറഞ്ഞു. ഓ പിന്നെ, നീ പറയുന്ന അനുസരിക്കലല്ലേ എൻ്റെ പണി, വെച്ചിട്ട് പോടാ. അവരും അതേ നാണയത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. മോശം പിടിച്ച തള്ള, പൂത്ത കാശിരുന്നിട്ടാ തരാത്തത്. അവൻ പിറുപിറുത്തുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. എല്ലാവരും അവനെ ഏതോ ജീവി എന്ന പോലെ നോക്കുന്നുണ്ട്. അവനത് മൈൻഡ് ചെയ്യാതെ അവിടെ ബാറിൽ നടന്ന ചെറിയ ഒരു അടിപിടി അതിനു മുന്നേ ദേഷ്യമുള്ള ഒരുത്തനടുത്തുള്ള മേശയിലേക്ക് തള്ളി. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന മദ്യക്കുപ്പി നിലത്തേക്ക് വീണു. അതിലേക്കാണ് താൻ ചെന്ന് വീണത്. അങ്ങനെ മുറിവുകളൊന്നും കാര്യമാക്കാറില്ല. പക്ഷെ ഇത് ഇത്തിരി അധികം വലിപ്പമുള്ളതുകൊണ്ട് ആശുപത്രിയിൽ വന്നതാണ്. ഡോക്ടറെ കാണിച്ചു മരുന്ന് വാങ്ങിക്കാൻ അജയൻ വരിയിൽ അക്ഷമനായി നിന്നു. അവനിൽ നിന്നും വമിക്കുന്ന മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധം അവൻ്റെ മുന്നിലും പിന്നിലുമായി നിൽക്കുന്നവരെ അലസോരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവൻ്റെ മദ്യപിച്ച് ചുവന്ന കണ്ണുകളും കടുത്ത മുഖവും അവൻ്റെ വേഷവും എല്ലാം കണ്ടതും എല്ലാവർക്കും അവനോട് എതിർക്കാൻ ഒരു മടി തോന്നി. ഒന്നാമത്തെ കാരണം അജയൻ കുടിച്ചതുകൊണ്ട് തന്നെ അത് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. ഫോൺ വിളിച്ചപ്പോഴുള്ള അവൻ്റെ സ്വഭാവം എല്ലാവരും കണ്ടതാണ്. എല്ലാവരും അവനെ സഹിച്ചെന്ന പോലെ ക്ഷമയോടെ നിന്നു.